നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഷോക്കിംഗ്, ആബ്സല്യൂട്ട്ലി ഷോക്കിംഗ് എന്നേ പറയാനുള്ളൂ. ആസ്റ്റൺ വില്ലയെ തകർത്ത് തരിപ്പണമാക്കി ബ്രൈറ്റൺ. ഏകപക്ഷീയമായ 4 ഗോളുകളുടെ പരാജയമാണ് ആസ്റ്റൺ വില്ല ഏറ്റുവാങ്ങിയത്. ജാവോ ഗോമസിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ഒരു എറർ ഡയറക്റ്റായിട്ട് ഗോളിലേക്ക് നയിച്ചു. കഴിഞ്ഞില്ല. 40 മിനിറ്റിനിടയിലേക്ക് എന്തൊക്കെ അനുഭവിച്ചു. 4 ഗോളുകൾ വീഴുന്നത് കണ്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ റെഡ് കാർഡ്, അനാവശ്യ ഫൗളായിരുന്നു എന്ന് പറയും. എന്താണ് അദ്ദേഹം ചിന്തിച്ചതെന്നറിയില്ല. റെഡ് കാർഡ് കിട്ടി കളിക്കളം വിടേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ടുള്ള നിമിഷങ്ങൾ 19 മിനിറ്റിലധികം ആസ്റ്റൺ വില്ല 10 പേരായിട്ട് കളിക്കേണ്ടി വന്നു. ഓൾറെഡി 4 ഗോളിന് പുറകിലാണ്. ഏതായാലും മടങ്ങിപ്പോകുന്ന ദുരന്ത നായകനായ ജാവോ ഗോമസിനെ ഉനായി എമറി ആശ്വസിപ്പിക്കുന്ന കാഴ്ച കണ്ടു. അത് സന്തോഷകരമായ കാര്യമാണ്. കാരണം തൻ്റെ താരത്തിനൊപ്പം അദ്ദേഹം ആ നിമിഷവും നിൽക്കുന്ന കാഴ്ച. ബ്രസീലിയൻ താരം ജാവോ ഗോമസിന് ഇതൊരു ദുരന്തമായ അരങ്ങേറ്റമായി പോയി ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി. ആസ്റ്റൺ വില്ലയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അർജന്റീൻ താരം എമിലിയാനോ ബ്യൂൻഡിയയും പിന്നെ മഗ്ഗിനും ഹെമ്മിങ്സും ജാവോ ഗോമസും ഒക്കെയാണ് ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നത്. മറുഭാഗത്ത് ഡി കോയിപ്പറും അതുപോലെ തന്നെ റിട്ടറും തുടങ്ങിയ താരങ്ങളെ വെച്ചുകൊണ്ട് ബ്രൈറ്റൺ കളിക്കാൻ ഇറങ്ങി. കളിയുടെ 8ാമത്തെ മിനിറ്റിൽ ലിൻഡലോഫിൻ്റെ ഓൺ ഗോളിലൂടെ കളി ബ്രൈറ്റൺ ലീഡെടുത്തിരുന്നു. തുടർന്ന് 18ാമത്തെ മിനിറ്റിൽ ഡി കുയിപ്പറുടെ ഗോൾ വിറക്കുന്നു. അതിനുശേഷം ഹിൻഷൽ വുഡിൻ്റെ ഇരട്ട ഗോളുകൾ 30ാമത്തെ മിനിറ്റിലും 31ാമത്തെ മിനിറ്റിലും. അതോടുകൂടി തീർന്നു ആസ്റ്റൺ വില്ല. 40ാമത്തെ മിനിറ്റിൽ ജാവോ ഗോമസിന് റെഡ് കാർഡ് കൂടി കിട്ടിയതോടെ പൂർത്തിയായി. ആദ്യ പകുതിയിൽ 4-0 ബ്രൈറ്റൺ മുന്നിൽ. രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ വീണില്ല എന്നത് മാത്രമാണ് ആസ്റ്റൺ വില്ലയ്ക്ക് പറയാനുള്ളൂ. പക്ഷേ ഗംഭീരമായിട്ടുള്ള ആധിപത്യം, ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കൂടി കിട്ടിയതോടെ ബ്രൈറ്റൺ ഉണ്ടാകുകയും ചെയ്തു. ബ്രൈറ്റൺ അത് വെച്ചിട്ട് ആക്രമണം നടത്തിയെങ്കിലും പിന്നീട് ഗോളുകൾ വന്നില്ല. എനിവേ 4-0 ഗംഭീര വിജയം ബ്രൈറ്റൺ നേടുന്നു. വില്ല തകരുന്ന കാഴ്ച ഷോക്കിംഗ് ആണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.